ചൈനയെ വിറപ്പിച്ച് ശക്തമായ കാറ്റ് വീശുമെന്ന മുന്നറിയിപ്പാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. വടക്കൻ ചൈനയിൽ കനത്ത കാറ്റ് വീശുമെന്നാണ് ചൈനീസ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തലസ്ഥാനമായ ബീജിംഗ്, തിയാൻജിൻ, ഹീബൈ പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 150 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. 50 കിലോയിലധികം ഭാരമില്ലാത്തവർ പറന്നു പോയേക്കുമെന്നും അതിനാൽ പുറത്തിറങ്ങരുതെന്നും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ പുറത്തിറങ്ങരുതെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. ഏപ്രിൽ 11 മുതൽ 13 വരെയാണ് കാറ്റുമായി ബന്ധപ്പെട്ട ഈ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി, കൂടാതെ പൊതുപരിപാടികൾ റദ്ദാക്കുകയും ഇതിനോടകം ചെയ്തിട്ടുണ്ട്. ബീജിംഗിൽ ഓറഞ്ച് അലേർട്ടാണ് നിലവിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. നിരവധി ട്രെയിൻ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ബീജിംഗിൽ ഓറഞ്ച് അലർട്ട് പ്രധാനമായിട്ടും പുറപ്പെടുവിക്കുന്നത്. ഏപ്രിൽ 29 ആരംഭിക്കാനിരിക്കുന്ന ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഹാഫ് മാരത്തോണും പാർക്കുകളും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇതിനെ തുടർന്ന് അടച്ചിട്ടിട്ടുണ്ട്. മാത്രമല്ല, വിനോദയാത്രകൾക്കും മറ്റ് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു. ലെവൽ 10, 11 തീവ്രതയുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് ചൈനീസ് കാലാവസ്ഥാ വകുപ്പായ നാഷണൽ മെട്രോളജിക്കൽ സെന്റർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം കാറ്റിനെ തുടർന്ന് മണൽക്കാറ്റ് മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാറ്റിന്റെ പ്രഭവ കേന്ദ്രം എന്നത് മംഗോളിയയാണ്. മംഗോളിയയിൽ ശൈത്യതരംഗം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനമാണ് ശക്തിയേറിയ കാറ്റിന് പിന്നിലെ കാരണമെന്നും പൊതുവെ പറയപ്പെടുന്നു. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാശനഷ്ടങ്ങൾ കുറയ്ക്കുവാനായി ചൈന വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി വരികയാണിപ്പോൾ. കൂടാതെ സമൂഹ മാധ്യമങ്ങളിൽ ഊഹാപോഹം പ്രചരിപ്പിക്കരുതെന്ന് സർക്കാർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി 8-ന് ശേഷം കാറ്റിന്റെ ശക്തി കുറയുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. തലസ്ഥാനത്ത് ശനിയാഴ്ച താപനില 12 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയും. മാത്രമല്ല, കാറ്റിന്റെ വേഗത 1951 ഏപ്രിലിൽ റെക്കോർഡുകളെ മറികടക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ വെളിപ്പെടുത്തുന്നുണ്ട്. ചൈനീസ് മേഖലയായ ഇന്നർ മംഗോളിയയുടെയും വടക്ക് കിഴക്കൻ ചൈനയുടെയും ചില ഭാഗങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. അമേരിക്കയും ഇത്തരത്തിൽ പ്രകൃതിയുടെ കോപത്തിന് ഇരയായി മാറിയിരുന്നു. കാട്ടുതീ, ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം എന്നിവ കൊണ്ട് അമേരിക്ക ഒരു പാഠം പഠിച്ചുവെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അടുത്തത് ചൈനയിൽ ഈ ദുരന്തം മൂലം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ലോകരാജ്യങ്ങൾ വീക്ഷിക്കുന്നത്. മുന്നറിയിപ്പുകളും മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങളും നിലനിൽക്കുന്നതിനാൽ ദുരന്തത്തെ ചെറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചൈന ഇപ്പോൾ.